നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. HMRCയുടെ വ്യാജ ആരോപണം. 15,000 പേരുടെ ചൈൽഡ് ബെനിഫിറ്റ് തടഞ്ഞു. ബ്രിട്ടനിൽ ചൈൽഡ് ബെനിഫിറ്റ് കൈപ്പറ്റുന്ന 10,000-കണക്കിന് കുടുംബങ്ങളോട് UK സർക്കാർ അനീതി കാണിച്ചതായി റിപ്പോർട്ട്. വിദേശത്ത് താമസിച്ച് അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന വ്യാജ ആരോപണത്തിൽ ഏകദേശം 15,000 കുടുംബങ്ങളുടെ ധനസഹായം തടഞ്ഞുവെച്ച നടപടി വൻ വിവാദമായിരിക്കുകയാണ്. ലേബർ സർക്കാർ ഇപ്പോൾ സമ്മതിച്ചതനുസരിച്ച് ഇതിൽ 60% പേരും നിരപരാധികളാണ്. ഹോം ഓഫീസിൽ നിന്നുള്ള തെറ്റായ യാത്രാ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് HMRC ഈ നടപടി സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ UKയിൽ തന്നെ താമസിക്കുന്ന പലരെയും തെറ്റായി രാജ്യം വിട്ടതായി കണക്കാക്കുകയായിരുന്നു. അവധിക്കാല യാത്രകളും മറ്റും പലപ്പോഴും ഡബ്ലിൻ വിമാനത്താവളം വഴി ആയതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പമുണ്ടായത്. ഈ സഹായത്തെ ആശ്രയിച്ചിരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ മാനസികമായും സാമ്പത്തികമായും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കൺസർവേറ്റീവ് MP ആൻഡ്രൂ സ്നോഡന്റെ ചോദ്യത്തിന് മറുപടിയായി ട്രഷറി സെക്രട്ടറി ഡാൻ ടോംലിൻസൺ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. വെറും 4.3% പേർ മാത്രമാണ് തെറ്റായി ആനുകൂല്യം കൈപ്പറ്റിയതെന്ന് പിന്നീട് കണ്ടെത്തി. നിലവിൽ ഡേറ്റ കൈമാറ്റത്തിലെ പിഴവുകൾ കാരണം ഈ പരിശോധനകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലണ്ടൻ പോലീസ് സേവനത്തിലെ കാലതാമസം. അടിയന്തര കോളുകളിൽ പ്രതിസന്ധി. ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് സേവനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അടിയന്തര സാഹചര്യങ്ങൾ സഹായത്തിനായി വിളിക്കുന്ന 999 കോളുകളിൽ ഭൂരിഭാഗത്തിനും കൃത്യസമയത്ത് മറുപടി നൽകാൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ വാച്ച് ഡോഗ് കണ്ടെത്തി. 10 സെക്കൻഡിനുള്ളിൽ 90% കോളുകൾക്ക് മറുപടി നൽകണമെന്ന ലക്ഷ്യം നിലവിൽ മെറ്റിന് കൈമോശം വന്നിരിക്കുകയാണ്. ഈ വർഷം 78% കോളുകൾക്ക് മാത്രമാണ് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികരിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഇത് 85%. അനാവശ്യമായ കോളുകളാണ് ഈ കാലതാമസത്തിന് പ്രധാന കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. വെറും 15% കോളുകൾ മാത്രമാണ് യഥാർത്ഥ അത്യാവശ്യങ്ങൾക്കായി വിളിക്കപ്പെട്ടത്. മുറിയിൽ എട്ടുകാലിയെ കണ്ടതുപോലുള്ള വിചിത്രമായ കോളുകൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നു. യഥാർത്ഥ എമർജൻസി ഉള്ളവർക്ക് മാത്രം 999 ഉപയോഗിക്കാൻ പോലീസ് നിർദ്ദേശിക്കുന്നു. ലണ്ടൻ അസംബ്ലി അംഗം മറീന അഹമ്മദ് ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി. ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിലും നേതൃത്വത്തിലും മാറ്റം വരുത്തി സേവനം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ക്രിസ്മസ് പാർട്ടിയിൽ കുഴഞ്ഞു വീണ് മലയാളി റിജോ പോൾ മരിച്ചു. ലോങ്ടണിൽ താമസിക്കുന്ന റിജോ പോൾ എന്ന മലയാളി യുവാവാണ് മരിച്ചത്. നഴ്സിംഗ് ഹോം സ്റ്റാഫുകൾക്കായി നടത്തിയ ക്രിസ്മസ് പാർട്ടിയിൽ പങ്കെടുക്കവെയാണ് റിജോ കുഴഞ്ഞു വീണത്. ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതിന് പിന്നാലെയാണ് സംഭവം. അരമണിക്കൂറോളം CPR നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടിലെ ബിസിനസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് UKയിലെത്തിയ റിജോയെ ഒരു വിസ ഏജന്റ് വഞ്ചിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ലക്ഷക്കണക്കിന് രൂപ വാങ്ങി UKയിലെത്തിച്ചെങ്കിലും അവിടെ വാഗ്ദാനം ചെയ്ത ജോലിസ്ഥലം ഇല്ലെന്ന് പിന്നീട് മനസ്സിലാക്കി. ഹൃദയം തകർന്ന അവസ്ഥയിൽ നാട്ടിലെ ഒരു ധ്യാന സെന്ററിലെ സിസ്റ്ററിന് അയച്ച വോയിസ് മെസ്സേജ് വഴി ലഭിച്ച സഹായത്തിലൂടെയാണ് പിന്നീട് ജീവിതം മെച്ചപ്പെടുത്തിയത്. 4 മക്കളോടൊപ്പം UKയിൽ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടെ എത്തിയ അപ്രതീക്ഷിത വേർപാട് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത്. നോർത്തേൺ അയർലൻഡിൽ മലയാളി യുവാവ് ജന്മദിന തലേന്ന് മരിച്ച നിലയിൽ. നോർത്തേൺ അയർലൻഡിലെ ഡെൻഗാനോണിൽ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി അഗസ്റ്റിൻ ചാക്കോ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കെയർ ഹോം ജീവനക്കാരനായിരുന്ന ഇദ്ദേഹം തന്റെ ജന്മദിനത്തിന്റെ തലേന്നാണ് മരണപ്പെട്ടത്. 19 ഉച്ചയോടെ നാട്ടിലുള്ള പെൺസുഹൃത്ത് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബെൽഫാസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ജന്മദിനം ആഘോഷിക്കുന്നതിനായി ഒരുങ്ങുന്നതിനിടെയാണ് ഈ ദാരുണ സംഭവം അറിയുന്നത്. മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അഗസ്റ്റിന്റെ വിയോഗം സുഹൃത്തുക്കൾക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. UKയിലെ ആദ്യകാല മലയാളി കുടിയേറ്റക്കാരൻ ബിജു മാത്യു നിര്യാതനായി. UKയിലെ ആദ്യകാല മലയാളി കുടിയേറ്റക്കാരനും കണ്ണൂർ സ്വദേശിയുമായ ബിജു മാത്യു നിര്യാതനായി. ന്യൂകാസിലിൽ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന അദ്ദേഹത്തിന് കുറേ വർഷങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അദ്ദേഹം വിടവാങ്ങിയത്. ആലക്കോടിന് സമീപം തർത്തള്ളി സ്വദേശിയും കടിയൻകുന്നൽ കുടുംബാംഗവുമായ അദ്ദേഹം UKയിലെ മലയാളി സമൂഹത്തിൽ സജീവമായിരുന്നു. ബിജു മാത്യു അവർ ലേഡി ഓഫ് ക്വീൻ ഓഫ് റോസറി മിഷൻ ന്യൂകാസിൽ ഇടവകയിലെ സജീവ അംഗമായിരുന്നു. ദേവാലയ പ്രവർത്തനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും അദ്ദേഹം എന്നും താൽപ്പര്യം കാണിച്ചിരുന്നു. അയർലൻഡിൽ കാർ നദിയിൽ വീണ് മലയാളി യുവാവ് മരിച്ചു. അയർലൻഡിലെ കോർക്കിൽ യോൾബാലിനയിൽ താമസിച്ചിരുന്ന ഇടുക്കി അടിമാലി കമ്പംമെട്ട് സ്വദേശിയായ ജോയ്സ് തോമസ് കാർ അപകടത്തിൽ ദാരുണമായി മരിച്ചു. വെള്ളിയാഴ്ച രാത്രിയോടെ ജോലിസ്ഥലത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. കോന റോഡിന് സമീപം
ബ്രൈറ്റ് നദിയിലേക്ക് കാർ തെന്നി വീഴുകയായിരുന്നു. ശക്തമായ മഴയും കാറ്റുമായിരുന്നു അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. രാത്രി വൈകിയും ജോയ്സ് വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് ഭാര്യ വിവരം സുഹൃത്തുക്കളെ അറിയിച്ചു. തുടർന്നുള്ള തെരച്ചിലിൽ കണ്ടെത്താനാകാതെ വന്നപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചു. ശനിയാഴ്ച രാവിലെയാണ് നദിയിൽ മുങ്ങിയ നിലയിൽ ജോയ്സിന്റെ മൃതദേഹം കാറിനുള്ളിൽ കണ്ടെത്തിയത്. ജോയ്സും റൂബിയും ഒരുമിച്ച് 1.5 വർഷം മുമ്പാണ് അയർലൻഡിലെത്തിയത്. ഇവർക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനായി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് കോന റോഡ് താൽക്കാലികമായി അടച്ചിരുന്നു. UK പുതിയ തൊഴിൽ നിയമം. ആദ്യ ദിവസം മുതൽ അവകാശങ്ങൾ. UK പുതിയ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ പാസാക്കി. ഇത് ഏകദേശം 15 മില്യൺ തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് കുറഞ്ഞ വേതനം ലഭിക്കുന്നവർക്കും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാത്തവർക്കും ഇത് ഒരുപോലെ ഗുണം ചെയ്യും. ഈ നിയമം അനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യ ദിവസം മുതൽ തൊഴിലാളികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ, പാറ്റേണിറ്റി ലീവ്, പാരന്റൽ ലീവ് എന്നിവയ്ക്ക് അർഹതയുണ്ടാകും. കൂടാതെ ഗർഭിണികൾക്കുള്ള പ്രത്യേക സംരക്ഷണവും നീതിപൂർവമല്ലാത്ത രീതിയിലുള്ള പിരിച്ചുവിടലുകളിൽ നിന്നുള്ള സംരക്ഷണവും ആദ്യ ദിവസം മുതലേ ലഭിക്കും. നിലവിലുള്ള 3 ദിവസത്തെ കാത്തിരിപ്പ് കാലയളവും പ്രതിവാര വരുമാന പരിധിയും നീക്കം ചെയ്തിട്ടുണ്ട്. 0 അവർ കരാറുകൾ പൂർണ്ണമായും നിരോധിക്കില്ലെങ്കിലും തൊഴിലാളികൾക്ക് ഉറപ്പുള്ള തൊഴിൽ സമയം ആവശ്യപ്പെടാൻ അവകാശം നൽകുന്നു. ഷിഫ്റ്റുകൾ മാറ്റുന്നതിനും റദ്ദാക്കുന്നതിനും മതിയായ മുന്നറിയിപ്പ് നൽകണം. അല്ലാത്തപക്ഷം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. ജീവനക്കാരുടെ തൊഴിൽ കുടുംബ ജീവിതങ്ങൾക്കിടയിൽ കൂടുതൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ഈ നിയമം സഹായിക്കും. യൂറോപ്യൻ യൂണിയൻ നികുതി ഇളവ് ലഭിക്കാത്തത് UKയ്ക്ക് തിരിച്ചടി. വ്യവസായങ്ങൾക്ക് വൻ പേപ്പർ വർക്ക് ഭാരം. UKയിലെ വ്യവസായങ്ങൾക്ക് വൻ തിരിച്ചടിയായി യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഗ്രീൻ ടാക്സുകളിൽ നിന്ന് ഇളവ് ലഭിക്കാതെ പോയിരിക്കുന്നു. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഇത് സംബന്ധിച്ച് ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷ സർക്കാർ വെച്ചു പുലർത്തിയിരുന്നെങ്കിലും യൂറോപ്യൻ കമ്മീഷൻ അത് നടക്കില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ജനുവരി മുതൽ UKയിൽ നിന്നുള്ള ഏകദേശം 7 ബില്യൺ പൗണ്ടിന്റെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിക്ക് ബ്രെക്സിറ്റ് മാതൃകയിലുള്ള കടലാസ് ജോലികൾ വർദ്ധിക്കും. ഈ പുതിയ നിയമപ്രകാരം ഉൽപ്പാദന പ്രക്രിയയിൽ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെക്കുറിച്ചുള്ള വിശദമായ രേഖകൾ കയറ്റുമതിക്കാർ സമർപ്പിക്കേണ്ടതുണ്ട്. ഉരുക്ക്, അലൂമിനിയം, സിമന്റ്, വളങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെ ഇത് ബാധിക്കും. UK സ്റ്റീൽ പോലുള്ള സംഘടനകൾ പറയുന്നത് ഈ കടലാസ് ജോലികൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ ഭാരമായിരിക്കുമെന്നും ഇത് വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ്. യഥാർത്ഥ നികുതി അടയ്ക്കേണ്ടത് 2027 മുതലാണെങ്കിലും ഈ നിയമ നടപടികൾ UK സ്റ്റീൽ വ്യവസായത്തിന് നിലവിലുള്ള മറ്റ് പ്രശ്നങ്ങളോടൊപ്പം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. UKയിൽ നികുതിരഹിത വരുമാനം വർദ്ധിപ്പിച്ചു. വിവാഹിതർക്ക് ലഭിക്കും അധിക നേട്ടം. 1,00,000-ലധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ പേഴ്സണൽ ടാക്സ് ഫ്രീ അലവൻസ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 50,000 പൗണ്ടിൽ താഴെ വരുമാനമുള്ളവർക്ക് ഇത് ഒരു വ്യക്തിക്ക് 13,830 പൗണ്ട് വരെയാകും. കൂടാതെ വിവാഹിതരായവർക്ക് അവരുടെ പങ്കാളിയുടെ നികുതിഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മാരേജ് അലവൻസ് പ്രയോജനപ്പെടുത്താം. ഈ സംവിധാനം വഴി പങ്കാളികളിൽ ഒരാൾക്ക് നികുതി ഇളവ് പരിധിക്ക് താഴെ വരുമാനമാണെങ്കിലും അവരുടെ വ്യക്തിഗത അലവൻസിൻ്റെ 1,260 പൗണ്ട് വരെ പങ്കാളിയുടെ നികുതി വിധേയമല്ലാത്ത വരുമാനത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് പങ്കാളിയുടെ നികുതി ബാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അടിസ്ഥാന നികുതി നിരക്കിൽ നികുതി നൽകുന്ന, അതായത് 50,270 പൗണ്ടിൽ താഴെ വരുമാനമുള്ള പങ്കാളികൾക്ക് ഇത് പ്രയോജനകരമാണ്. ഇതുവഴി ഒരു വർഷം 252 പൗണ്ട് വരെ നികുതി ലാഭിക്കാം. കൂടാതെ കഴിഞ്ഞ 4 വർഷത്തെ അർഹത തെളിയിച്ചാൽ അന്നത്തെ നികുതിയും തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 1935 ഏപ്രിലിന് മുമ്പ് ജനിച്ച ദമ്പതികൾക്ക് മാരീഡ് കപ്പിൾ അലവൻസ് എന്നൊരു അധിക നികുതി ഇളവും ലഭ്യമാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.